അയ്യപ്പേട്ടാ, പി ദിവ്യ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇറക്കിയായിരുന്നു. എൻ്റെ ഹീറോയാണ് മുഖ്യമന്ത്രി പിണറായി, എങ്ങും തളരാത്ത നേതാവ് എന്നൊക്കെ പറഞ്ഞ ഒരു ഘടാഘടിയൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു. പക്ഷെ അതൊന്നും അങ്ങ് ഏറ്റില്ല എന്നാണ് തോന്നുന്നത്. കാരണം മുഖ്യൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള ദിവ്യക്ക് വീഴ്ച പറ്റിയെന്നാണ് മുഖ്യമന്ത്രി കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ വെച്ചിട്ട് പറഞ്ഞിരിക്കുന്നത്. കാര്യങ്ങളുടെ പോക്ക് അത്ര സുഖകരമല്ലെന്നാണല്ലോ തോന്നുന്നത്. അല്ല പ്രജിത, ഇത് തുടക്കം മുതൽ ഞാൻ പ്രജിതയോട് പറഞ്ഞായിരുന്നു, അതാണ് ഈ പാർട്ടി എന്ന് പറയുന്നത്. CPM എന്ന് പറയുന്ന പാർട്ടി ഇങ്ങനെയാണ്. ഇപ്പോൾ പി ദിവ്യ എന്ന മഹതി പിണറായി വിജയനെ പ്രകീർത്തിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ ഒരിക്കലും ദിവ്യയെ സംരക്ഷിക്കണമെന്നില്ല. അതാണ് ഈ പാർട്ടി. അദ്ദേഹം എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്കറിയില്ല ഈ പാർട്ടിയെക്കുറിച്ച്, നാടകമേ ഉലകം. എന്ന് വെച്ചാൽ നാടകം എന്നല്ല. ഇതിൽ എനിക്ക് തോന്നിയത്, ഇപ്പോൾ ജില്ലാ സമ്മേളനം നടക്കുന്നു, ഇപ്പോൾ ഇദ്ദേഹം പാർട്ടി പിടിക്കണമെന്നുണ്ടെങ്കിൽ പാർട്ടി ഇപ്പം എല്ലാ ജില്ലകളിലും സമ്മേളനം നടക്കുന്നു, സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ പാർട്ടി പിടുത്തം എന്ന് പറഞ്ഞൊരു പ്രക്രിയയുണ്ട്. പാർട്ടി ആരോടൊപ്പം എന്നുള്ളത്. ഇപ്പോഴും പാർട്ടി തന്നോടൊപ്പം നിൽക്കണം എന്നുള്ള ഒരു ചിന്തയിലാണ് പിണറായി വിജയൻ. നിഷ്പക്ഷരായ ആൾക്കാരും തന്നോടൊപ്പം നിൽക്കണം. അതായത് ചേട്ടൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ എന്തായാലും എല്ലായിടത്തും മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങൾ എല്ലായിടത്തും പാർട്ടിക്കാരിൽ നിന്ന് വരെ ഉണ്ട്. ഇപ്പോൾ അദ്ദേഹം എല്ലാ സമ്മേളനങ്ങൾക്കും ക്യാമ്പ് ചെയ്ത് അത് നിയന്ത്രിക്കുന്നത് പോലും തനിക്കെതിരെ മറ്റൊരു ആരോപണവും വരരുത് എന്നുള്ള വരാതിരിക്കാൻ വരുന്നുണ്ടോ എന്ന് അറിയാനും കൂടെയാണ് വന്നിരിക്കുന്നത്. ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഈ ഇതെല്ലാം മാറ്റി നിന്നിട്ട്, അതായത് ഈ ഭരണവിരുദ്ധ വികാരം മൊത്തം മാറ്റിയിട്ട്, അതായത് താൻ ഇവർക്കൊപ്പമല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ്. വരുത്തി തീർക്കാൻ വേണ്ടിയെന്ന് പറഞ്ഞാൽ വരുത്തി തീർക്കുക എന്നല്ല, അത് അങ്ങനെ ഒരു തോന്നൽ ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാക്കണം. എന്നിട്ട് ഈ ഭരണവിരുദ്ധ വികാരം അങ്ങ് ഇല്ലാതെയാക്കണം. അത് ഇപ്പൊ തദ്ദേശ ഇലക്ഷൻ വരികയല്ലേ. അപ്പൊ തദ്ദേശ ഇലക്ഷൻ വരുമ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ പി ദിവ്യയെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നില്ല എന്നതല്ലേ ഭംഗ്യന്തരേണ് അതിന്റെ അർത്ഥം. അങ്ങനെ സമൂഹം ചിന്തിക്കും. പാർട്ടിയിൽ ഇതൊന്നും ഇല്ലാതെ ഇദ്ദേഹത്തിനെ നിശിതമായി വിമർശിക്കുന്നവരും ന്യൂട്രൽ നിൽക്കുന്നവരും ഉണ്ട്, രണ്ടിലും പെടാത്തവർ. അങ്ങനെയുള്ളവരൊക്കെ അങ്ങനെ പറഞ്ഞല്ലോ എന്ന് നോക്കും. പിന്നെ പാർട്ടി ഇപ്പോഴും തൻ്റെ കയ്യിൽ തൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കാൻ വേണ്ടിയുള്ള ഒരു നയവും കൂടെയാണ് അദ്ദേഹത്തിൻ്റെ കാര്യം. ഇതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെ പി ദിവ്യ ഒരു ഉദ്യോഗസ്ഥനെ വിമർശിച്ചത് പാർട്ടിയുടെ ഏതെങ്കിലും ഘടകവുമായിട്ട് പോലും ആലോചിക്കാതെയാണ് പോയി പറഞ്ഞത്. കാര്യം അവിടെ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ പി ദിവ്യയ്ക്ക് വേണ്ടിയാണ് സംസാരിച്ചത്. കാര്യം മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ദിവ്യയെ തരം താഴ്ത്തി എന്ന് പറഞ്ഞു. ഈ തരം താഴ്ത്തി എന്ന് പറഞ്ഞപ്പോഴാണ് അതിന് മറുപടിയായി, അതായത് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ തിരിച്ചുള്ള മറുപടി നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യമായിരിക്കും ഇദ്ദേഹം പറയുന്നത്. എന്ന് വെച്ചാൽ ചിന്തകൾക്ക് അപ്പുറമുള്ള കാര്യമായിരിക്കും. കാര്യം ഈ പറഞ്ഞവർ വിചാരിച്ചു ചിലപ്പോൾ ദിവ്യയെ അദ്ദേഹം കൂടെ സപ്പോർട്ട് ചെയ്യുമെന്ന്. ഇതുവരെ ചിലപ്പോ അദ്ദേഹം ഇതുവരെ ഈ കാര്യത്തിലൊന്നും മൗനമാണല്ലോ പാലിച്ചത്. ഇതുവരെ അദ്ദേഹം മൗനമായിരുന്നു, ഇതുവരെയും അദ്ദേഹം മിണ്ടിയിട്ടില്ല. ഇപ്പൊ ആ മൗനം ഭജിച്ച് ഈ പറഞ്ഞതിന്റെ അർത്ഥം തന്നെയും ഇനി ഒരു തദ്ദേശ ഇലക്ഷൻ വരെയാണ്. തദ്ദേശ ഇലക്ഷൻ വരുന്നു, അത് കഴിഞ്ഞ് അടുത്ത ഇലക്ഷൻ വരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി ശരിക്കും ദിവ്യയ്ക്ക് ഒപ്പമല്ല എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത്. അത് മാത്രമല്ല, ഈ കോഴിക്കോട് സമ്മേളനത്തിൽ ഈ ഒരു കാര്യം രണ്ട് ഞാൻ മനസ്സിലാക്കിയത്, ജമാഅത്തിന്റെ നേതാവ് പറഞ്ഞു നിങ്ങൾക്കൊരു ഏരിയ കമ്മിറ്റി സെക്രട്ടറി പോലും സ്ത്രീയായി ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അതിന്റെ അടുത്ത ദിവസമാണ് ഇവിടെ കലാരാജുവിനെ വളരെ മോശമായിട്ട് പെരുമാറിയ ഒരു സംഭവം. എനിക്ക് തോന്നുന്നത് നമ്മൾ ആ മറ്റു പിപിദിയുടെ വിഷയത്തിൽ നിന്ന് മാറി ഒരല്പം പാർട്ടിയുടെ കാര്യങ്ങളിലേക്കാണ് വരുന്നത്. എനിക്ക് തോന്നുന്നത് 3 പേരുടെ പേരാണ് ഇപ്പോൾ അവിടെ. മോഹനൻ ആണിപ്പോൾ അവിടുത്തെ പിന്നെ ഇപ്പോഴത്തെ സെക്രട്ടറി. അദ്ദേഹമാണ് ഈ മെക്സവനെതിരെ സംസാരിച്ചത്. അതിനെതിരെ വിമർശനം വന്നിട്ടുണ്ട്. അതും പാർട്ടി ഘടകത്തിൽ ഒക്കെ സംസാരിക്കേണ്ട അവിടെ വീഴ്ച പറ്റി എന്ന് പറഞ്ഞു. പിന്നെ ഇദ്ദേഹത്തിനെതിരെ ജയരാജനെതിരെ വന്നിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഒന്ന് ഇന്റർഫിയർ ചെയ്യട്ടെ. ഇതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം മറ്റൊരു സ്റ്റേറ്റ്മെന്റ് കണ്ടത്. നമ്മുടെ TV പ്രശാന്തൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രശാന്തൻ പോലീസ് മേധാവിക്ക് ഒരു പരാതി കൊടുത്തു. എന്നെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണം സർ, എന്നെ അത് വിധേയമാക്കണം സാർ എന്ന് പറയുകയാണ്. ഇതും ഈ പറയുന്ന ഒരു നാടകത്തിന്റെ ഭാഗം തന്നെയല്ലേ? തീർച്ചയായിട്ടും നാടകം തന്നെയാണ്. കാര്യം എന്ന് വെച്ചാൽ ഇതിപ്പോ കോഴിക്കോട് സമ്മേളനത്തിലാണ് ഈ വിഷയങ്ങളൊക്കെ ചർച്ചയിലായത്. പിന്നെ നമ്മുടെ EP ജയരാജന്റെ വിഷയവും ചർച്ചയായിട്ടുണ്ട്. അത് പറയാം, ഈ പറഞ്ഞ കാര്യം പറയാം. ഇനി അടുത്ത കണ്ണൂർ വരുന്നുണ്ട്, കണ്ണൂർ ജില്ലാ സമ്മേളനം വരുന്നുണ്ട്. അപ്പോൾ കോഴിക്കോടും കണ്ണൂർ എന്ന് പറയുന്നത് പാർട്ടിക്ക് ഏറ്റവും അംഗങ്ങൾ ഉള്ള ഒരു മേഖലയാണ്.
അപ്പൊ അവിടെ നടന്നൊരു സംഗതികളാണല്ലോ ഇതെല്ലാം. അപ്പൊ ആ സമ്മേളനം നടക്കുന്നതിന് മുമ്പ് ഇപ്പം നാളിതുവരെ പി ദിവ്യക്കൊപ്പവും പ്രശാന്തിനൊപ്പവും നിന്ന് എം വി ജയരാജനാണ് ഇന്നലെ പത്രസമ്മേളനം നടത്തി ഇങ്ങനെ ഈ പറയുന്ന പോലെ പ്രശാന്തൻ പറഞ്ഞിട്ടുണ്ട് ലോകരെ നാട്ടാരെ എന്ന് പറയുന്നത് എം വി ജയരാജൻ ഒരു രക്ഷ കിട്ടാൻ വേണ്ടിയാണ്. എം വി ജയരാജനും കണ്ണൂർ പാർട്ടി ഘടകത്തിനും വീഴ്ച പറ്റിയില്ല എന്ന് കാണിക്കാൻ അവിടെ ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ അവിടെയും ഹെഡ് മാസ്റ്റർ ഉണ്ടാവും. ഹെഡ് മാസ്റ്റർ മുംബൈയിലും പാർട്ടി സെക്രട്ടറി ഒന്നിനും കൊള്ളാത്ത പാർട്ടി സെക്രട്ടറി മുംബൈയിൽ വെച്ചും ഇത് സംസാരം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ പിന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പ്രശാന്തൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അപ്പം എനിക്ക് വീഴ്ച പറ്റിയില്ല, കണ്ണൂർ പാർട്ടിക്ക് വീഴ്ച പറ്റിയില്ല എന്ന് കാണിക്കാനുള്ള ഒരു അടവ് മാത്രമാണ് ഇതെന്ന് സാധാരണ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആർക്കും തോന്നിയിട്ടുള്ളൂ. കാര്യം പ്രശാന്തൻ സാർ ഞാൻ റെഡിയാണ് സാർ, എന്നെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കൂ സാർ എന്ന് പറയുമ്പോൾ ഉടനെ നീങ്ങി വാടേ നിന്നെ നുണപരിശോധന നോക്കാടെ എന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കുവാണ് നമ്മളല്ല. അങ്ങനെയാണ് ഇവിടുത്തെ സംവിധാനങ്ങൾ, ഭരണ സംവിധാനം അങ്ങനെയാണ്. അതിനൊക്കെ ഓരോ പ്രൊസീജിയർ നടപടിക്രമങ്ങളല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോടതിയിൽ ഇയാൾ പോയ വഴികളിലെ CCTV ദൃശ്യം പോലും ഇവിടുത്തെ SIT കൊടുത്തിട്ടില്ലല്ലോ. ഇപ്പൊ ഇത്രയും സംസാരിക്കുന്ന ഇപ്പം പി ദിവ്യക്കെതിരെ ഇത്രയും പറഞ്ഞ ഈ മുഖ്യമന്ത്രി അറിയാതെയാണോ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഉണ്ടാക്കിയത്? ശശി ഒരു ടീമിനെ ഉണ്ടാക്കിയിട്ട് ചുമ്മാ അങ്ങ് ഇറക്കി വിട്ടു കൊടുക്കായിരുന്നില്ല. ആ ടീം ഉണ്ടാക്കിയിട്ട് പിന്നെ കൊണ്ടുവന്ന് ഇദ്ദേഹത്തിന്റെ മേശപ്പുറത്ത് വെച്ചിട്ട് അദ്ദേഹത്തിന്റെ അനുമതി കിട്ടിയിട്ട് അദ്ദേഹം ഇങ്ങനെ തുറക്കും. അദ്ദേഹം തുറന്ന് നോക്കും, ശശിനെ ഇങ്ങനെ നോക്കും, എന്നിട്ട് സൈൻ ചെയ്യാം. സംഭവിച്ചുള്ളൂ. ആ SIT സംഘത്തെ മുതല് ഇതിന്റെ കാര്യങ്ങളിൽ ഇതുവരെ ഇടപെട്ട മുഖ്യമന്ത്രി ഇപ്പൊ പി ദിവ്യ തള്ളി പറയണത് ആരെ സൂചിപ്പിക്കാൻ, ആരെ കണ്ണിപ്പൊടിയുടെ? ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് ഒരുപക്ഷെ മുഖ്യൻ വിചാരിക്കുന്നതെങ്കിൽ മുഖ്യമന്ത്രിക്ക് അവിടെ തെറ്റിയെന്ന് തന്നെ വേണം പറയാനായിട്ട്. പണ്ടൊക്കെ ഈ മുഖ്യമന്ത്രി പറയുന്നത് പോലെ എല്ലാവരും അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ അല്ല കാര്യങ്ങളൊന്നും പോകുന്നത്. ഇതേ തുടക്കം മുതൽ ഈ കേസ് ഇന്ന് വരെ നമ്മൾ തന്നെ ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടിട്ട് മാസം 3 or 4 ആയി. ഈ നിമിഷം വരെ ഒരു ഫോൺ കോൾ പോലും മുഖ്യമന്ത്രി ഈ കുടുംബത്തിന് ചെയ്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ ആ മുഖ്യമന്ത്രി എന്തിനിപ്പോ പി ദിവ്യ ചെയ്തത് തെറ്റായി? സത്യത്തിൽ അത്തരത്തിലൊരു ഉദ്യോഗസ്ഥൻ സംഭവമായതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി അവിടെ ചെല്ലേണ്ടതല്ലേ? ഞാൻ അതാ പറഞ്ഞത്, നിങ്ങൾ ചെല്ലേണ്ടതാണ്. പക്ഷെ ഒരു ഫോൺ കോൾ പോലും ചെയ്യാത്ത മുഖ്യമന്ത്രി ഇപ്പോൾ ദിവ്യയെ തൻ്റെ പാഠപുസ്തകമാണ് എന്ന് അന്ന് ഈ യുവതി പറഞ്ഞതിന് അന്ന് നമ്മുടെ ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞു, ഇവരെന്തിനാണ് ഇത് പറയുന്നത്? തന്നെ സംരക്ഷിക്കണം എന്നാണ് എൻ്റെ അർത്ഥം. സംരക്ഷിക്കില്ല എന്നുള്ളത് ഇപ്പം മനസ്സിലായില്ലേ? അതും സംരക്ഷിക്കില്ല എന്ന് പറഞ്ഞത് മുഖ്യമന്ത്രി സംരക്ഷിക്കില്ല, പക്ഷെ ശശി സംരക്ഷിക്കാണ്ടിരിക്കാനുള്ള സാധ്യതകളുണ്ടോ? അതല്ലേ തുടക്കം മുതൽ, ശശിയാണല്ലോ ഇവരുടെ ഗോഡ് ഫാദർ. തുടക്കം മുതൽ അതല്ലേ ശശി, അതല്ലേ ഞാൻ പറഞ്ഞത്. SIT രൂപീകരിച്ചത് പോലും ശശി ആ ഫയൽ ആക്കിയിട്ട് മുഖ്യമന്ത്രിക്ക് ഒപ്പിടാൻ കൊടുത്തപ്പോൾ ഇത് മുഖ്യമന്ത്രി കാണാത്തോണ്ടാണോ? ശശി ചെയ്യുക എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ചെയ്യുക തന്നെ. പിന്നെ ഇത് ആരെ പറ്റിക്കാ ഇത് പറയണേ? ശശി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി തന്നെയാണ്. ശശിയാണ് ഇപ്പൊ മുഖ്യമന്ത്രി, അല്ലാതെ മുഖ്യമന്ത്രി ഇപ്പൊ കണ്ട സമ്മേളനങ്ങളിലൊക്കെ മുഖ്യമന്ത്രി നടക്കല്ലേ. ഇപ്പൊ അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ട് നോർത്ത് ബ്ലോക്കിൽ ഇരുന്ന് മുഖ്യമന്ത്രിയുടെ കാര്യങ്ങൾ, മുഖ്യമന്ത്രിയെ പോലെ കാര്യങ്ങൾ ചെയ്യുന്ന ആള് പി ശശിയാണ്. മുഖ്യമന്ത്രിയാണ് ശശി, അതിൽ സംശയമൊന്നും. അപ്പൊ ഇപ്പൊ ഈ പ്രസ്താവനയ്ക്ക് എന്തർത്ഥം? ഇപ്പം സാർ ഞാൻ റെഡിയാണ് സാർ എന്നെ നുണ പരിശോധിക്കാൻ എന്ന് പ്രശാന്തൻ പറയുന്നു എന്ന് പറഞ്ഞാൽ സിനിമയിലൊക്കെ കാണുന്നല്ലേ, അറസ്റ്റ് ചെയ്യൂ സാർ, അറസ്റ്റ് ചെയ്യൂ. അപ്പൊ ഇതെന്തിനാ? കണ്ണി പൊടിയിടാനല്ലേ? നമ്മളെയൊക്കെ കണ്ണി പൊടിയിടാനും കണ്ണൂർ ജില്ലാ സമ്മേളനം ഇത് പ്രതിനിധികള് ചർച്ചയിൽ കാര്യം ഈ സത്യത്തിലെ ഈ സമ്മേളനത്തിനൊക്കെ മുഖ്യമന്ത്രി നേരിട്ട് വന്ന് ഇത് നിയന്ത്രിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ ശോചനീയമാണ്. കാര്യം അദ്ദേഹം വന്നിരുന്ന് ഇങ്ങനെ പാർട്ടി സമ്മേളനങ്ങളിലൊന്നും മുഖ്യമന്ത്രി വരേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പാർട്ടി നിർത്തിയിരിക്കുന്ന, പാർട്ടി അദ്ദേഹത്തെ നിയോഗിച്ചിരിക്കുകയാണ്. നിങ്ങൾ മുഖ്യമന്ത്രിയായി ഭരിച്ചോളൂ, ഇത്രയും നിങ്ങൾ ആ ചുമതല നിങ്ങൾക്ക് പാർലമെന്ററി തലത്തിലേക്ക് ഇതാ ഒരു ജോലി ചെയ്യുന്നു, നിങ്ങൾ ആ ജോലി ചെയ്യുക. പാർട്ടിയെ നിയന്ത്രിക്കാൻ ഇപ്പൊ ഗോവിന്ദനുണ്ട്, ഗോവിന്ദൻ നോക്കിക്കോളൂ, നിങ്ങൾ നോക്കണം. ഇതങ്ങനെയല്ല, അതായിക്കോട്ടെ. ഇതിപ്പോ പാർട്ടിയും എനിക്ക് നോക്കണം, പാർലമെന്ററി കാര്യങ്ങളും എല്ലാം. അപ്പോൾ ഇതൊക്കെ ഈ പറയുന്ന പോലെ, ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇതുവരെ നമ്മുടെ അറിവിൽ പാർട്ടി പിടിക്കുക എന്നൊരു ഇതുണ്ട്. പാർട്ടി പിടിക്കാനായി കാര്യം ഇദ്ദേഹത്തിൻ്റെ ഇത് കഴിഞ്ഞു, വയസ്സ് കഴിഞ്ഞു, അദ്ദേഹത്തിൻ്റെ ആ ബാരിയർ എന്നല്ലേ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ആ സംഭവം അങ്ങ് കഴിയുകയാണ്. 75 വയസ്സ് കഴിയുന്ന സ്ഥിതിക്ക് അദ്ദേഹത്തിന് പാർട്ടിയിൽ ഇനിയിപ്പോൾ ചിലപ്പോൾ പിന്നെ ഒരു PBയിലോ CCയിലോ പ്രത്യേക ക്ഷണിതാവ് അങ്ങനെ ഒരു പോസ്റ്റിലേക്ക് അദ്ദേഹത്തിന് ഇരിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ പി ദിവ്യ പറഞ്ഞത് ശരിയായില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുക, ജനത്തോടൊപ്പം നിൽക്കുന്ന രീതിയിൽ നിൽക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഇമേജ് വർധനവിൻ്റെ ഭാഗമായി PR-ൻ്റെ ക്ലാസ് ഉണ്ടാവും. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇമേജ് വരും. അങ്ങനെ വെച്ചിട്ട് അടുത്ത വീണ്ടും നമ്മുടെയും നിങ്ങളുടെയും നാട്ടുകാരെ വിധി ചിലപ്പോൾ വീണ്ടും സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചേക്കും.